ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇതൊരു സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. ഞങ്ങൾ ഒരു ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങളിവിടെ നെതർലാൻഡ്സിൽ വന്നിട്ട് ഇപ്പം ഇത് ഞങ്ങളുടെ 3rd ക്രിസ്മസ് ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് 2 ഇയറും ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ യൂറോപ്പിൽ ഇത് കോമൺ ആണ്. ഏതെങ്കിലുമൊക്കെ കൺട്രീസിൽ നമ്മൾ പോവായിരുന്നു. ഈ തവണ നമ്മൾ ബെൽജിയത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ തൊട്ട് നെയ്ബറിങ് കൺട്രിയാണ്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഈ കുറേ ട്രാവൽ എന്തൊക്കെയോ തിരക്കൊക്കെ ആയിട്ട് ഫുള്ള് ഒരു മടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലോങ് ഒരു സ്ഥലത്ത് പോകാനുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷേ ക്രിസ്മസ് മാർക്കറ്റ് കാണണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ബെൽജിയം ചൂസ് ചെയ്തു കേട്ടോ. ബ്രസൽസ് എന്ന് പറഞ്ഞിട്ട് ബെൽജിയത്തിലൊരു ക്രിസ്മസ് മാർക്കറ്റാണ് പോണേ. അപ്പോൾ ഞങ്ങൾ പയ്യെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ ഇന്നിപ്പം സാറ്റർഡേ മോർണിംഗ് പോയിട്ട് ആദ്യം ഒരു ആൻവേർപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് പ്ലേസ് ഉണ്ട് അവിടെ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ രാത്രി ആകുമ്പോഴത്തേക്കും ക്രിസ്മസ് മാർക്കറ്റ് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തിരിച്ചു പോരാനാണ് വിചാരിക്കണത്. അയ്യോ തണുക്കുന്നു, ഭയങ്കര വെയിലാണ് കേട്ടോ. കണ്ണു നോക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആൻവേർപ്പ് എന്ന് പറഞ്ഞ സിറ്റിയിലോട്ടാട്ടോ ആദ്യം പോകുന്നത്. അപ്പം അവിടെ ഒരു നമ്മുടെ ഈ നെതർലാൻഡ്സിലൊക്കെ ഉള്ള പോലെ ബട്ടാവിയ ആംസ്റ്റർഡാമിലൊക്കെ ഉള്ള പോലെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ നെയ്ബർ പറഞ്ഞതാണ് ആൻവേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ കേട്ടോ. പെട്ടെന്ന് ഒരു ഓണടിയും കേട്ടു. വോയിസ് ഇപ്പോൾ ഇവിടെ കേൾക്കുമ്പോൾ തന്നെ ഫുള്ള് ഇരപ്പായിരുന്നു. അതുകൊണ്ടാട്ടോ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് തലേദിവസം തന്നെ അങ്ങോട്ട് പോയിരുന്നു. അവർക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് പ്ലാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും ഷോപ്പിംഗ് മൈൻഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 വണ്ടിക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ വിചാരിച്ചു ഒരു 2-3 മണിക്കൂർ അവിടെ ഒരു ഓടി നടന്ന് കാണാം, എന്തെങ്കിലുമൊക്കെ നല്ല ഡീൽ കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ആൻവേർപ്പിന് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ കുറേ വേഷമിട്ട കുറേ മനുഷ്യന്മാരെ കണ്ടു കേട്ടോ. എന്തെങ്കിലും പരിപാടി ഉണ്ടായിരിക്കട്ടെ, എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പക്ഷേ ഭയങ്കര എന്തോ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അവിടെ എത്തിയതും കുറേ ഞങ്ങൾ ഇറങ്ങിയ പാർക്ക് ചെയ്ത സ്ഥലത്ത് കുറേ ഇങ്ങനത്തെ ഡയമണ്ട് ഷോപ്സുകൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എവിടെയും യൂറോപ്പിൽ പോയിട്ട് ഇത്രയും ഡയമണ്ട് ഷോപ്പുകൾ ഒരുമിച്ച് എവിടെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു സ്ട്രീറ്റ് മൊത്തം അങ്ങനെ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ആ സിറ്റി കൂടെ തന്നെ ഞങ്ങൾ വീണ്ടും അങ്ങനെ നടന്നു നേരെ ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് കയറാൻ പോവുകയാണ്. നല്ലൊരു സിറ്റിയാണ് കേട്ടോ. കുറേ നല്ല ഒരു പഴയ ആർക്കിടെക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സിറ്റി തന്നെയാണ്. ഇത് നെതർലാൻഡ്സിലൊക്കെ ഉള്ള ബട്ടാവിയ അങ്ങനെയുള്ള ഒരു ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് പോലെയല്ല, പക്ഷേ സ്പ്രെഡഡ് ആയിട്ട് കുറേ കടകൾ ഫുൾ സിറ്റിയിലായിട്ട് കിടക്കായിരുന്നു. ലക്ഷൂറിയസ് ബ്രാൻഡ്സും അല്ലാണ്ട് ഉള്ളി, നമ്മുടെ അർമാനി എക്സ്ചേഞ്ച് അങ്ങനെ കുറേ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക ഷോപ്പിലും തന്നെ ഒരു 30% 40% ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റത്തിന് അല്ലെങ്കിലും ഓഫറുകൾ കാണില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ജസ്മിനും വിസ്മയും. അവർ ഓൾറെഡി നേരത്തെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് അതിവിടെയൊക്കെ തെരപ്പാര നടന്ന് ദേ ഒരു സ്ട്രോബെറി ചോക്ലേറ്റിന് അവിടെ എത്തിയിട്ടോ. ഞാൻ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സംഭവം 2ാമത്തെ തവണയായിട്ടോ ട്രൈ ചെയ്യണത്. ഞങ്ങൾ നെതർലാൻഡ്സിൽ താമസിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ഷോപ്പ് തുടങ്ങിയായിരുന്നു. അവിടെ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് നമ്മൾ വീഴുമല്ലോ എവിടെയാണെങ്കിലും. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലായിടത്തും തന്നെ ഈ ഒരു ക്രിസ്മസ് വൈബായിരുന്നു. ഫുൾ ലൈറ്റ്സും ട്രീ ഒക്കെ വെച്ചിട്ട്. അപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു പേസ്ട്രി ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോപ്പ് കണ്ടത്. അടിപൊളി ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഒന്നും മേടിച്ചില്ല. ആൽമണ്ട് കുക്കീസ് ആണോ? കോമൺ ആയിട്ട് കാണുന്ന പോലെ 40 രൂപ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്സിലെല്ലാം തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഇത്തവണത്തേന് കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. കഴിഞ്ഞ തവണത്തേതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു റെഡ് ഗോൾഡൻ ഗ്രീൻ തീമിലായിരുന്നു. അത് തന്നെയായിരുന്നു ഇത്തവണ ചെയ്തത്. നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടെയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. ഞാൻ ഷ്രിംസ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. അവർ ചിക്കൻ ബീഫ് ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു അടിപൊളി ലഞ്ച് കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി കേട്ടോ.
കാര്യമായിട്ടൊന്നും തന്നെ ഷോപ്പ് ചെയ്തില്ല കേട്ടോ. വലിയ ഷോപ്പിംഗ് മൈൻഡോട് കൂടി അല്ല വന്നത്. പിന്നെ ഇഷ്ടപ്പെടുന്ന സാധനത്തിന് വലിയ ഓഫറും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒന്നും തന്നെ മേടിച്ചില്ല. പിന്നെ നമ്മൾ നേരെ ഫൈവ് ഗൈസിലേക്ക് പോയിട്ടോ. ഞങ്ങളുടെ നെതർലാൻഡ്സിലാണെങ്കിലും ഫേവറേറ്റ് ഷേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇതേ പറയുള്ളൂ. നല്ല തിക്ക് ഷേക്കാണ് കേട്ടോ. ആ ഷേക്കും കുടിച്ചിട്ട് നേരെ നമ്മൾ ബ്രസൽസിലേക്ക് തിരിക്കുകയാണ്. ആൻവേർപ്പനിൽ നിന്ന് ഒരു 1 hour അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ബ്രസൽസ് ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് തോന്നുന്നു. ലാസ്റ്റ് ഒരു 2 വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി നല്ലൊരു വൈബുള്ളൊരു സിറ്റിയാണ് കേട്ടോ. അങ്ങനെ ബ്രസൽസ് എത്തി നേരെ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു, കാരണം ഡോർ എവിടെയാണെന്നൊന്നും മനസ്സിലാവണില്ല. അവസാനം ഒരു പുള്ളി ദൈവദൂതനെ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടോ. നേരെ റെസ്റ്റോറൻറ്റ് അവിടെ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ റൂം നമ്പേഴ്സ് എഴുതിയൊക്കെ നല്ല നല്ലൊരു ഭംഗിയില്ലേ, ഒരു വെറൈറ്റി ആയിട്ടില്ലേ. ഒരു പുള്ളി നമ്മളെ ലോക്കെല്ലാം പറഞ്ഞ് നമ്മളെ കയറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം ഒരു പുതിയൊരു ഹോട്ടലായിരുന്നു തോന്നുന്നു. കണക്ഷൻസ് ഒക്കെ അവിടെ എടുത്തേക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ലൊരു നീറ്റ് ആൻഡ് ടൈഡി റൂമായിരുന്നു കേട്ടോ. നമ്മൾ ഹോട്ടലൊക്കെ കയറിയിട്ട് ഒന്ന് ഫ്രഷനപ്പ് ചെയ്തിട്ട് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. മാപ്പ് നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നല്ല ബ്ലോക്ക് ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ അധികം താമസിക്കാണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ഗ്രോട്ടോ കണ്ടത്. യൂഷ്വലി അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ കാണാറില്ല യൂറോപ്യൻ കൺട്രീസിൽ. ഞാൻ രാവിലെ നല്ലൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ലാസ്റ്റ് ടൈം കൊളോൺ പോയപ്പോഴും ഇങ്ങനെ ഒരു 8-ന്റെ പണി കിട്ടിയായിരുന്നു കേട്ടോ. കട്ട ബ്ലോക്കായിരുന്നു ക്രിസ്മസ് മാർക്കറ്റിലേക്ക്. നമുക്കിപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ടെൻഷനിലാണ്. എന്തായാലും നല്ല ബ്ലോക്കായിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ ക്രിസ്മസ് മാർക്കറ്റ് എത്തിപ്പെട്ടു കേട്ടോ. നല്ല ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് പാർക്കിങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഒരു പാർക്കിംഗ് ഒപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ മെയിൻ മാർക്കറ്റിലോട്ട്. ഓരോ സ്ട്രീറ്റ്സിലും ഇതുപോലെ ഓരോ ടൈപ്പ് ഓഫ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഡെക്കോസും ലൈറ്റ്സ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ഗ്രാൻഡ് പാലസിലോട്ടാണ് കേട്ടോ പോയത്. ഗ്രാൻഡ് പാലസിൽ ഇങ്ങനെ ലൈറ്റ് ഷോ ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. മാർക്കറ്റിലേക്ക് നടന്ന് പോയപ്പോഴാണ് നമ്മളത് കണ്ടത്. അത് എന്തായാലും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റി നന്നായിട്ടോ. കാരണം നല്ലൊരു ഫീലായിരുന്നു കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ക്രിസ്മസ് മാർക്കറ്റ് എത്തി കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്നതിൻ്റെ തലേദിവസം അവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയതുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും വൻ തിരക്ക്. ചില ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് എത്ര തിരക്കെന്ന് മനസ്സിലാവണില്ല. മേ ബി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഷോപ്സ് ഓപ്പൺ ആയിട്ടുണ്ടാവും കേട്ടോ. അറിയില്ല. എന്തായാലും നമ്മൾ ഒരു റൗണ്ട് ഓഫ് ചുറ്റി നടന്നിട്ട് നമ്മൾ നേരെ സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടോ. കാരണം ഫുഡ് ഓപ്ഷൻസ് ഒക്കെ കുറവായിരുന്നു ഈ ക്രിസ്മസ് മാർക്കറ്റിൽ. ലാസ്റ്റ് ടൈം ഞങ്ങൾ കൊളോൺ പോയത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഓപ്ഷൻസ് കുറവായിരുന്നു. കൊളോണിൽ ക്രിസ്മസ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റോൾസ് അടുപ്പിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഫീൽ കിട്ടി. ഇവിടെ ഇച്ചിരി കൂടെ സ്പ്രെഡഡ് ആയിട്ടായിരുന്നു. മേ ബി ഷോപ്സൊക്കെ പയ്യെ തുറന്നു വരുമ്പം ഇച്ചിരി കൂടെ ഒരു രസം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഫുഡ് ഓപ്ഷൻസ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സിറ്റിയിലേക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബെൽജിയം ഫ്രൈസും ബെൽജിയം വാഫിൾസ് ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ്. അപ്പോൾ അത് കഴിക്കാണ്ട് വരുന്നത് മോശമല്ലേ. അങ്ങനെയൊക്കെ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലൂ വൈനാണ് കേട്ടോ അടുത്തൊരു സ്പെഷ്യാലിറ്റി. ക്രിസ്മസ് മാർക്കറ്റ്സിലെല്ലാം ഒരു വിൻ്റർ സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ നമുക്ക്. നെതർലാൻഡ്സിലെ ക്രിസ്മസ് മാർക്കറ്റ് ഇത്രയും പോപ്പുലർ അല്ല കേട്ടോ ബാക്കി കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നു മാസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രിസ്മസ് മാർക്കറ്റ് കുഴപ്പമില്ല. ബട്ട് കമ്പയർഡ് ടു മറ്റ് യൂറോപ്യൻ കൺട്രീസിലെ ഇത് വെച്ച് നോക്കുമ്പം അത്ര പോരാ. എന്തായാലും നമ്മൾ കുറച്ച് ചുറ്റിപ്പറ്റി നടന്ന് കണ്ടിട്ട് നേരെ ഒരു ടർക്കിഷ് ഷോപ്പിൽ പോയിട്ട് കുറച്ച് ബക്ലാവിയും അങ്ങനെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു കേട്ടോ. ഞങ്ങൾ കഴിച്ച 2 ഐറ്റംസും അടിപൊളിയായിരുന്നു കേട്ടോ. പൊതുവെ എനിക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അതും കഴിച്ച് നമ്മൾ നേരെ ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ഒരു ക്രീം ബൺ ഇരിക്കുന്നത് കണ്ടു. അതിങ്ങനെ നമ്മൾ മേടി വിളിച്ചു. ഇത് കണ്ടോ, ഇതൊരു ചോക്ലേറ്റ് ഫൗണ്ടൈനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഉള്ളിൽ മറ്റേ അത് ഭയങ്കര ഫേമസ് അല്ല. ഇത് നോക്ക്. കരിമ്പനാട്ടിൽ ആന കയറിയ അവസ്ഥയായിരുന്നു കേട്ടോ എൻ്റേത്. പിന്നെ ലാസ്റ്റ് നമ്മൾ മേടിച്ചത് ഈ ക്രീം ബണ്ണായിരുന്നു കേട്ടോ. ന്യൂട്ടെല്ല ഹേസൽനട്ട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട്. ന്യൂട്ടെല്ല
അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോയിട്ടോ. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണ്ടേ, അവിടുത്തെ ഫുഡ് വെറൈറ്റീസ്. അങ്ങനെ ഈ കൗണ്ടറിൽ എത്തിയിട്ടോ. അപ്പോൾ കല്ലുമ്മക്കായും പ്രോൺസ് ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന ഒരു ലൈവ് കൗണ്ടറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമ്മൾ ഈ ഒരു പ്രോൺസ് റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തത്. നല്ല മസാലയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടോ. ചൂടല്ലേ പച്ച. അവിടുന്ന് നേരെ നമ്മൾ ഓടിപ്പോയത് ബെൽജിയം വാഫിൾസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾമോസ്റ്റ് ഷോപ്സ് എല്ലാം അടയ്ക്കാറായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചതൊന്നും അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ ഒരെണ്ണം 4 പേരും കൂടെ ഷെയർ ചെയ്തത്. അവർക്ക് വലിയ ആരായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ ഓൾറെഡി ചോക്ലേറ്റ് ഒന്നും മട്ടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ 2 പേരും കൂടെ അത് അകത്താക്കിട്ടോ. ഇതൊക്കെ വീഡിയോ വരും കേട്ടോ. ഓൾറെഡി കുറേ ആയി. ഇത് ആക്ച്വലി ഒരു ഫുഡ് ബ്ലോഗ് ആകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ തെറ്റ് പറയാനും പറ്റത്തില്ല. ക്രിസ്മസ് മാർക്കറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുഡ് എന്തായാലും കുറേ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. ഫുൾ ചീറ്റ് മീൽസ് ആയിരിക്കുമല്ലോ. എന്തായാലും ഞാൻ ഫുള്ളായിരുന്നു കേട്ടോ. ഒത്തിരി ഷുഗറും ഇതെല്ലാം കൂടെ അടിച്ച് കയറ്റി എനിക്ക് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വിശപ്പില്ലായിരുന്നു. പിന്നെ ഇവർ ദുറും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ദുറും എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഷവർമ പോലെ ആയിരിക്കും. റൊട്ടിയിൽ ഷ്രെഡഡ് എന്താ പറയുക ചിക്കനും വെജിറ്റബിൾസും ഫ്രൈസും ഒക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്യുന്നൊരു സംഭവം. അതിവിടെ നോർമലി ടർക്കിഷ് ഷോപ്പിലെല്ലാം കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ ജോസിൽ നിന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. കുറച്ച് കഴിച്ചു. എന്നിട്ട് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. പാർക്കിംഗ് ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് സ്ലിപ്പ് ഇതുപോലെ നമുക്ക് മെഷീനിൽ നിന്ന് കളക്ട് ചെയ്യാം കേട്ടോ. ഇത് സ്കാൻ ചെയ്തിട്ടായിരിക്കും ഗേറ്റ് ഓപ്പൺ ആയി നമ്മൾ ഇറങ്ങാൻ പറ്റാം. അപ്പോൾ എത്ര മണിക്കൂറാണ് നമ്മൾ പാർക്ക് ചെയ്തത് അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ പേയ്മെൻറ്റ് വരാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ബട്ട് ജസ്റ്റ് ആർക്കെങ്കിലുമൊക്കെ അറിയത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. എന്തായാലും ഈ തവണ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു കേട്ടോ. കുറച്ചൊക്കെ ദുരന്തമാണെങ്കിലും നമ്മൾ ഓടി നടന്ന് എല്ലാം കണ്ടു. അങ്ങനെ തിരിച്ച് ഹോട്ടലെത്തിയിട്ടോ. ഇനിയിപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. രാവിലെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടോ. അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്പ്രെഡായിരുന്നു. ഭയങ്കര വൈഡ് സ്പ്രെഡാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ചീസ്, ബ്രെഡ് സ്ലൈസസ്, ബൺ, അതുപോലെ കേക്ക്സ്, ക്രോസൻസ്, മീറ്റ് സ്ലൈസ്, ജ്യൂസ്, കേക്ക്സ്, കോൺഫ്ലേക്സ്, യോഗേർട്ട്, അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പ്രെഡായിരുന്നു. കോഫിയൊക്കെ സെർവ് ചെയ്തിരുന്ന പുള്ളിക്കാരത്തി ഭയങ്കര സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ. ഓൾറെഡി ഹോട്ടലിലെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്വീറ്റ് ലേഡി ആണെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഓ ശരിക്കും സ്വീറ്റ് ലേഡി തന്നെയാണല്ലോ എന്ന് പറയായിരുന്നു. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലെത്തി. ഹായ് ഓൾ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ നേരെ എല്ലാം കൂടെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നെതർലാൻഡ്സിലേക്ക് തിരിക്കുകയാണ്. അപ്പം നെതർലാൻഡ്സിൽ തന്നെ റോർമണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ എല്ലാം കൂടെ പാക്ക് ചെയ്ത് ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പം ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ 11 മണിയാണ് ഹോട്ടലിൻ്റെ ചെക്കൗട്ട് ടൈം. പക്ഷേ ഇവിടെ നിന്ന് ഇപ്പം ഒരു 1.25 മണിക്കൂറുണ്ട് റോർമണ്ടിലോട്ട്. നമ്മുടെ വീട്ടിലേക്കും അത്രയും തരുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ രണ്ടും 2 ഡയറക്ഷനിലാണ് ഇവിടെ നിന്ന് ബ്രസൽസിൽ നിന്ന് പോകുന്നത്. അങ്ങനെ അപ്പോൾ നമുക്ക് റോർമണ്ടിൽ എത്തുമ്പോൾ കാണാം. ബൈ. ഇതാണ് കേട്ടോ രാത്രിയിൽ കാണിച്ച ആ പുൽക്കൂട്. അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിമണിയുടെ ഒച്ച ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കായിരുന്നു ഞങ്ങൾക്ക്. എന്തായാലും അകത്ത് അവരൊരു കുഞ്ഞ് ക്യൂട്ട് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ റോർമണ്ടിലേക്ക് പോയിട്ട്, റോർമണ്ട് എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു ഷോപ്പിംഗ് സ്ഥലമാണ്. ആക്ച്വലി ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോപ്പിംഗ് സ്ഥലങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ഓഫറിൽ സാധനങ്ങൾ കിട്ടിയാൽ നല്ല കാര്യമല്ലേ. നൈക്കിൻ്റെ ഫ്രണ്ടിലെ ക്യൂ കണ്ടോ, ഫുൾ പെരുന്നാളിൻ്റെ ആൾക്കാരാണ് കേട്ടോ. നമുക്ക് എങ്ങനെയൊക്കെയാണ് പാർക്കിംഗ് എല്ലാം കിട്ടിയത്. മിക്ക ഷോപ്സിലും തന്നെ ഓഫർ ഉണ്ടായിരുന്നു. നല്ല ക്യൂ നിന്നിട്ട് കയറേണ്ട അവസ്ഥയായിരുന്നു ഷോപ്സിലെല്ലാം. നമ്മൾ അധികം ഒന്നും മേടിച്ചില്ല. ഞങ്ങൾ ബോഡി ഷോപ്പിൽ നിന്ന് ഒരു 1-2 ഐറ്റം മേടിച്ചു. ഇതുപോലെ പിള്ളേർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയ എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ബോഡി ഷോപ്പ് ബാങ്ക്രപ്റ്റ് ആയി എന്ന് കേട്ടു. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് 1-2 ഐറ്റംസ് എല്ലാം മേടിച്ച് വെച്ചത്. എനിക്ക് തോന്നുന്നു അവർ സാധനങ്ങളൊന്നും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
നേരെ പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. സൂപ്പും ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു. ലഞ്ചും കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി അതുകൂടെയൊക്കെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ ജയന്റ് വീലിലെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ. പോകുന്ന വഴിക്ക് നമ്മൾ മദ്രാസ് ഡയറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശയും ബോണ്ടയൊക്കെ പാഴ്സൽ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ലക്കി ഭാസ്കർ ഓൾറെഡി ഹാഫ് കണ്ട് വെച്ചേക്കായിരുന്നു. അതിൻ്റെ ബാക്കിയും ഇരുന്ന് കണ്ടു. ഈ ലാസ്റ്റ് 2 വീഡിയോസ് ഫോൺ തിരിച്ചു പിടിച്ചെടുത്തതെന്ന് വളരെ വൈകിയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അതിവിടെ കിടക്കട്ടെ. കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ സജഷൻസ് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജസ് ആയിട്ടോ എന്നെ അറിയിക്കാൻ നോക്കുക. ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.